എന്റെ മനക്കിലേക്ക് സ്വാഗതം. ഭൂതകാലം എന്ന പടം കണ്ടവരെല്ലാം അന്ന് പരസ്പരം പറഞ്ഞൊരു കാര്യമുണ്ട്. ചെറിയ ബജറ്റിൽ ഇത്രയും പേടിപ്പിക്കാൻ ഇവനായിട്ടുണ്ടെങ്കിൽ വലിയ ബജറ്റിൽ ഇവൻ എന്താവും ചെയ്യാൻ പോകുന്നത്. അതിന്റെ ഉത്തരം എന്താണെന്നുള്ളതിന്റെ സൂചനയാണ് സംവിധായകൻ രാഹുൽ സദാശിവൻ കം രചയിതാവ് ഒരുക്കുന്ന ബ്രഹ്മയുഗം എന്ന ചിത്രത്തിന്റെ ടീസർ നമ്മളോട് പറയുന്നത്. കംപ്ലീറ്റ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒരു ഹൊറർ ത്രില്ലർ അനുഭവം, അതും മലയാളത്തിന്റെ മാസ്മരിക അഭിനയ ചക്രവർത്തി മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ കൊടൂര കൊലമാസ് വില്ലൻ കഥാപാത്രവും കിട്ടുന്ന റോളുകൾ അടിപൊളിയാക്കുന്ന അർജുൻ അശോകന്റെയും സിദ്ധാർത്ഥ് ഭരതന്റെയും കിട്ടിലൻ കഥാപാത്രങ്ങൾ കൂടി ഒപ്പം എത്തുമ്പോൾ ഒന്നുറപ്പാണ്, തിയേറ്ററിൽ ലഭിക്കാൻ പോകുന്നത് ഉഗ്രൻ എക്സ്പീരിയൻസ് തന്നെയായിരിക്കും. അതുറപ്പ്. മണികണ്ഠൻ ആചാരി, അമാൽഡ ലിസ് എന്നിവരുടെ കഥാപാത്രങ്ങളും ചിത്രത്തിൽ ഉണ്ടെന്ന സൂചനകൾ ടീസർ നൽകുന്നുണ്ട്. ഒരുപാട് വലിയൊരു താരനിരയൊന്നും ചിത്രത്തിൽ ഇല്ല എന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ വളരെ ചുരുക്കം ലൊക്കേഷനുകളിലുമാണ് ചിത്രം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. ടീസറിൽ അർജുൻ അശോകന്റെ കഥാപാത്രം ഏതോ വ്യക്തിയെയോ സ്ഥലമോ തേടി ഒരു കാട്ടിനുള്ളിലെ മനയിൽ എത്തുന്നതാണ് കാണിക്കുന്നത്. പിന്നീട് അവിടെ പെട്ടുപോകുന്നതും അവിടെ വെച്ച് അർജുന്റെ കഥാപാത്രത്തിനുണ്ടാകുന്ന ബ്രഹ്മചിന്തകളോ അല്ലെങ്കിൽ മമ്മൂട്ടി അവതരിപ്പിക്കുന്ന കഥാപാത്രം വഴി സംഭവിക്കുന്ന നിഗൂഢമായ ഭയപ്പെടുത്തുന്ന അനുഭവങ്ങളും ഒക്കെ ആവാം ചിത്രത്തിൽ പിന്നീട് അങ്ങോട്ട് ഉണ്ടാവുന്നത്. സിദ്ധാർത്ഥന്റെ കഥാപാത്രത്തിന്റെ സംഭാഷണത്തിൽ നിന്നും ഒരുപക്ഷെ അയാളുടെ കഥാപാത്രം അർജുൻ അശോകന് മുൻപേ തന്നെ അവിടെ വന്നുപെട്ട ആളായിരിക്കാം എന്ന സൂചനയും നൽകുന്നുണ്ട്. ഒരുപക്ഷെ മമ്മൂട്ടിയുടെ കഥാപാത്രം ഒരു കൊടും ക്രൂരനായ മന്ത്രവാദിയോ പണ്ടെങ്ങോ മരിച്ച ആ മനയിലെ ഒരു കാരണവരുടെ പ്രേതമോ അല്ലെങ്കിൽ അർജുൻ അശോകന് തോന്നുന്ന ബ്രഹ്മചിന്തകളോ ഒക്കെ ആയിരിക്കാം. എന്തായാലും ഒന്നുറപ്പാണ്, ഒരു നോർമൽ ആയിട്ടുള്ള ഒരു യൂഷ്വൽ ഹൊറർ കഥയായിരിക്കില്ല ബ്രഹ്മയുഗം നമുക്ക് സമ്മാനിക്കുക. കാരണം അതിന് തക്കതായിട്ടുള്ള എല്ലാ വ്യത്യസ്തതയും ടീസറിൽ തന്നെ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ഭൂതകാലത്തിൽ ആ വീടായിരുന്നു പ്രശ്നമെങ്കിൽ ഇവിടെ ഒരുപക്ഷെ ആ മനയും ആ പ്രദേശം മൊത്തം കുഴപ്പമാണ് എന്ന സൂചനകളും നൽകുന്നുണ്ട്. ഒരുപക്ഷെ ചുരുളിയിലൊക്കെ നമ്മൾ കണ്ടതുപോലെ ഒരു ടൈം ലൂപ്പ് അല്ലെങ്കിൽ അവിടെ എത്തുന്നവരെ ആ സ്ഥലത്ത് ട്രാപ്പാക്കി മാറ്റുന്ന എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളാവാം അവിടെ സംഭവിക്കുന്നത്. മമ്മൂട്ടിയുടെ നെഗറ്റീവ് കഥാപാത്രം എന്ന് കേട്ട സമയം മുതൽ നമ്മുടെയൊക്കെ മനസ്സിൽ വന്നു പോയ കുറേയധികം വില്ലൻ കഥാപാത്രങ്ങളുണ്ട് അദ്ദേഹത്തിന്റെ. വിധേയനിലെ കഥാപാത്രം, അതുപോലെ തന്നെ പലേരി മാണിക്യത്തിലെ കഥാപാത്രം. പക്ഷെ ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഒരുപക്ഷെ ആ കഥാപാത്രങ്ങളോടൊന്നും താരതമ്യം ചെയ്യാൻ പറ്റുന്നതിനേക്കാൾ വ്യത്യസ്തമായ ഒരു സംഭവം തന്നെ ആയിരിക്കും ഈ കാരണവരെന്ന് ടീസറിലെ വളരെ ചെറിയ കട്ടിൽ പോലും കാണാൻ സാധിക്കുന്ന അദ്ദേഹത്തിന്റെ പെർഫോമൻസ് ഉറപ്പ് നൽകുന്നുണ്ട്. മെഗാസ്റ്റാർ മമ്മൂട്ടിക്ക് പ്രായം കൂടുന്തോറും തന്റെ പെർഫോമൻസിന്റെ പുതിയ തലങ്ങൾ തേടുന്ന ഒരു ബെസ്റ്റ് ആക്ടറിന്റെ ആവേശം, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ തന്നെ വാക്കുകൾ കടമെടുത്താൽ ഒരു അഭിനേതാവിന്റെ ആക്രാന്തം, അത് ശരിക്കും നമുക്ക് ടീസറിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അത്രയ്ക്ക് ഞെട്ടിപ്പിക്കുന്ന രീതിയിലാണ് സെക്കൻഡ്സുകൾക്കുള്ളിൽ അദ്ദേഹത്തിന്റെ പെർഫോമൻസ് കാണിച്ചിരിക്കുന്നത്. ശരിക്കും അതെല്ലാം സിനിമ കാണാനുള്ള പ്രതീക്ഷയും കൂട്ടുകയാണ്. ഒരുപക്ഷെ മലയാളത്തിന് ലഭിക്കാൻ പോകുന്ന വളരെ മികച്ച ഒരു ഹൊറർ ത്രില്ലർ അനുഭവം തന്നെ ആയിരിക്കാം ബ്രഹ്മയുഗം സമ്മാനിക്കാൻ പോകുന്നത്. കാത്തിരിക്കാം മമ്മൂക്കയുടെ അസാധ്യ പ്രകടനത്തിനായി. ഒപ്പം പേടിപ്പിച്ചോടിക്കാൻ ഇക്കുറി രാഹുൽ സദാശിവൻ എന്തെല്ലാം ഒരുക്കിയിരിക്കുന്നു എന്നുള്ള പ്രതീക്ഷയിൽ സിനിമയ്ക്കായി കാത്തിരിക്കാം. ബ്രഹ്മയുഗത്തിന്റെ കൂടുതൽ വിശേഷങ്ങൾക്കും മറ്റ് വാർത്തകൾക്കുമായി ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ മൂവി ഡാസിൽസ്.